ഇത് ഒരു വിചിത്രമായ കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നും. കഥ കേട്ട് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, മനുഷ്യന്മാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്. നന്നായി കഴിഞ്ഞാൽ അത് വളരെ നല്ല ഒരു സാധനമാണ്, മോശമായി കഴിഞ്ഞാലോ വളരെ വൃത്തികെട്ട മലീമസമായ ഒരു സാധനമായിട്ട് മാറുകയും ചെയ്യും. കഥ കുറച്ച് പഴയ കാലത്ത് നടന്നതാണ്. അഥവാ അടിമകളും ഉടമകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. അന്ന് ഒരു യജമാനൻ, ഒരു വലിയ മുതലാളി ചന്തയിൽ പോയിട്ട് ഒരു അടിമയെ വാങ്ങിച്ചു. അടിമയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അടിമയുടെ ജീവിതം വളരെ കഷ്ടപ്പാടാണ്. മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കൂല, താമസ സൗകര്യങ്ങളുണ്ടാവില്ല, നല്ല വസ്ത്രങ്ങളുണ്ടാവില്ല, മാരകമായ പീഡനങ്ങളായിരിക്കും, കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കും. വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ, പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരവസ്ഥയായിരുന്നു അടിമകളുടെ ജീവിതം. എന്നാൽ ഈ യജമാനൻ അങ്ങനെയല്ല. അയാൾ ചന്തയിൽ പോയി വാങ്ങിച്ചത് നല്ല ഒരു അടിമയാണ്, നല്ല തണ്ടും തടിയൊക്കെ ഉള്ള ചുറുചുറുക്കുള്ള ഒരു അടിമ. എന്നിട്ട് യജമാനൻ തൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു നല്ല വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചു, അടിമയെ താമസിപ്പിച്ചു. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ സ്വന്തക്കാരനെ പോലെ അയാളെ പോറ്റുകയാണ്. മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യജമാനൻ ഈ അടിമയെ മോചിപ്പിച്ചു. നീ ഇന്നു മുതൽ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം യജമാനൻ അടിമയെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുന്നത് എനിക്കറിയോ? ഇല്ല, ഇത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ട്. സാധാരണ ഞങ്ങൾ അടിമകളുടെ ജീവിതം വളരെ കഷ്ടപ്പാടാണ്. പക്ഷേ താങ്കൾ എന്നെ വില കൊടുത്ത് വാങ്ങിയിട്ട് ഇപ്പോൾ ഇതാ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, എനിക്ക് എല്ലാ സൗകര്യവും ചെയ്തിരിക്കുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, ഞാൻ നിന്നെ വാങ്ങിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തിനാണ്. അതായത് ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കുമോ? അടിമ പറഞ്ഞു, ഓ, ഞാൻ എന്തും ചെയ്യും, താങ്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ശരി, എന്തും ചെയ്യുമെങ്കിൽ നീ ഞാൻ പറയുന്നിടത്ത് വെച്ചിട്ട് പറയുന്ന സമയത്ത് എന്നെ തലവെട്ടണം. അയ്യോ, അതെങ്ങനെ? ഞാനെങ്ങനെ താങ്കളുടെ തലവെട്ടും? താങ്കളെ കൊല്ലാൻ കഴിയില്ല. ആ, അപ്പോൾ നീയല്ലേ പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുമെന്ന്. ഇപ്പം അങ്ങനെയായോ? ഒരു ദിവസം പാതിരാത്രിയിൽ അടിമ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ യജമാനൻ ചെന്നിട്ട് അയാളെ വിളിച്ചുണർത്തി, എഴുന്നേക്ക്. അങ്ങനെ യജമാനന് ഈ അടിമയും കൂട്ടി പോകുന്നത്, യജമാനൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട്, അയാളുടെ അയൽവാസി. ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഈ അടിമയെയും കൂട്ടിയിട്ട് യജമാനൻ ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വാള് കയ്യിൽ കൊടുത്തിട്ട് ഇവിടുന്ന് നീ എൻ്റെ തല വെട്ടണം. അടിമ ആകെ കയ്യും കാലൊക്കെ വറക്കുന്ന വല്ലാത്തൊരവസ്ഥ. എന്തിനാണ് യജമാനനെ താങ്കളുടെ തല ഞാൻ വെട്ടുന്നത്? എന്താണ് കാര്യം, പറയൂ. അപ്പോൾ യജമാനൻ പറഞ്ഞു, അതെ, നമ്മൾ നിൽക്കുന്ന ഈ വീടുണ്ടല്ലോ, ഈ വീട്ടിൽ ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ മനുഷ്യൻ എനിക്ക് അങ്ങേയറ്റത്ത് വെറുപ്പാ. അയാളെ കണ്ടുകൂടെ എനിക്ക്. അയാളെ മുഖം കണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ്. അയാൾ ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ട്. അയാൾക്ക് നാട്ടിൽ നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കതൊന്നുമില്ല. അയാളെക്കുറിച്ച് ആളുകൾക്ക് നല്ല മതിപ്പാണ്, എന്നെക്കുറിച്ച് ആളുകൾക്ക് മതിപ്പില്ല. അതുകൊണ്ട് ഈ മനുഷ്യനെ കണ്ട് ജീവിക്കേണ്ട എനിക്ക്. അതുകൊണ്ട് നീ എന്നെ കൊന്നാൾ. മാത്രമല്ല, നീ എന്നെ കൊന്നാലോ നാളെ ഈ മനുഷ്യനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകില്ലേ, എന്നിട്ട് അയാളെ തൂക്കിക്കൊല്ലും. അപ്പോൾ ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, ഇയാൾ നശിക്കണം, അതാണ് എൻ്റെ ആവശ്യം. ഇത് കേട്ടപ്പോൾ അടിമയ്ക്ക് കാര്യം മനസ്സിലായി, തൻ്റെ യജമാനൻ്റെ മനസ്സ് എത്രത്തോളം ദുഷ്ടമാണ് എന്നുള്ളത്. അടിമ നേരെ വാള് വാങ്ങിച്ച് ഒറ്റ വിട്ട് കഥ കഴിഞ്ഞു. പിറ്റേന്നായപ്പോഴത്തേക്ക് കേസായി, പോലീസായി, കോടതിയായി, ഭയങ്കര പ്രശ്നം. വീട്ടുകാരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ കോടതിയിൽ വെച്ച് അടിമ ഉള്ളതുള്ളതുപോലെ അങ്ങ് പറഞ്ഞു, ഞാനാണ് എൻ്റെ യജമാനനെ വെട്ടിയത്, ഞാനാണ് കൊന്നത്. അതോടുകൂടി വീട്ടുകാരൻ സ്വതന്ത്രനായി. മാത്രമല്ല, കോടതിക്ക് നേരത്തെ തന്നെ അറിയാം, ഒരിക്കലും ഒരു മനുഷ്യന് വേറൊരാളെ കൊല്ലാനുണ്ടെങ്കിൽ അത് തൻ്റെ സ്വന്തം വീട്ടിൻ്റെ ടെറസ് വെച്ച് കൊല്ലൊന്നുമില്ല. ഇനി കൊന്നാൽ തന്നെ ആ ബോഡിയോടെ ബാക്കി വെക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കോടതിക്ക് നേരത്തെ തന്നെ ബോധ്യമായി. അടിമയുടെ സാക്ഷ്യം കൂടി വന്നതോടുകൂടി അദ്ദേഹത്തെ വെറുതെ വിട്ടു. അടിമയെയും കോടതി വെറുതെ വിട്ടു. എന്താ കാരണം? അടിമ പറഞ്ഞു, എൻ്റെ യജമാനൻ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൊന്നത്. അപ്പോൾ ഞാൻ കുറ്റക്കാരനല്ലല്ലോ.
ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്. അസൂയ, കുശുമ്പ് ഇതൊക്കെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, എന്താ ചിന്തിക്കുക എന്നൊന്നും മനുഷ്യന് തന്നെ പറയാൻ കഴിയില്ല.